ഇശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം കുട്ടിയെ ശിക്ഷിക്കുന്നതിൽ മടി കാണിക്കേണ്ട, വടികൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോകുകയും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് നമ്മളിന്ന് ശ്രമിക്കുക. ഈ വളർന്നു വരുന്ന തലമുറയെ ദൈവിക വിശ്വാസത്തിൽ വളർത്തുകയും നന്മയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശിക്ഷണം നൽകുക വഴി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നതിനുള്ള തെളിച്ചമാണ് നമ്മൾ പകർന്നു കൊടുക്കുക. അതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കുക. ചെറുപ്പത്തിൽ തലങ്ങളിൽ ലഭിക്കുന്ന ശീലങ്ങൾ അതൊരു വ്യക്തിയുടെ ജീവിതത്തെ ഉടച്ചു വാർക്കുന്നതും യഥാർത്ഥ ധ്രുവം അവന് കാണിച്ചു കൊടുക്കുന്നതുമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നല്ല ശീലങ്ങളും നല്ല ബോധ്യങ്ങളും നല്ല മാതൃകകളും ലഭിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, നാളെയുടെ സമ്പത്തായ കുഞ്ഞുങ്ങൾ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ ഒരു ശിക്ഷണം നൽകുക, വടികൊണ്ടുള്ള ശിക്ഷണം നൽകുന്നതിലും തെറ്റില്ല എന്ന് ഏറ്റവും ശ്രേഷ്ഠമായി അതിനെ കാണുകയും ആവശ്യാനുസരണം അത് ഉപയോഗപ്പെടുത്തുകയും ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെ വ്രണപ്പെടുത്താൻ അവന് ശിക്ഷണം നൽകി നന്മയിലേക്ക് അവനെ കരകയറ്റുകയും ചെയ്യുക എന്നതാണ്. കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിലൂടെ വളർത്തുന്നത് നാളത്തെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണതാണ്. വചനം പറയുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കെട്ടുമിണഞ്ഞു കിടക്കുന്ന ചപലതകളെ നീക്കി അവന് നന്മയുടെ മാർഗം പറഞ്ഞു കൊടുക്കുന്നതും ശിക്ഷണത്തിലൂടെയും വചനത്തിലൂടെയും തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു നന്മയിലേക്ക് വളരുവാൻ നമ്മളെ സഹായിക്കട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപകൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നന്മയുടെ സ്നേഹത്തിൻ്റെയും തലങ്ങളിലേക്ക് കടന്നു പോകുക.